മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മത്സരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പാലായിൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പാലായിൽ സ്വതന്ത്രരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. UDF-ന് ഭരണം കിട്ടണമെങ്കിൽ 4 സ്വതന്ത്രർ വേണം. അതിലൊരു സ്വതന്ത്രയാണ് താങ്കൾ. അതെ, ഒരു കൗൺസിലർ എന്നതിനുപരി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മത്സരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു വാർഡിനെ നയിക്കണം, കഴിഞ്ഞ ഒരു 5 വർഷം ചെയ്ത ഒരു പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു അത്രയും മാത്രം വിചാരിച്ചും ഉദ്ദേശിച്ചുമാണ്. പിന്നെ ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും എന്നെ ഈ ഒരു ഇതിലേക്ക് പരിഗണിക്കാം എന്നുള്ളൊരു സത്യം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കൾക്കും പരിഗണന ലഭിക്കേണ്ടതാണ്. അതെ അതെ, തീർച്ചയായും. ഇപ്പം എൻ്റെ കൂടെ കഴിഞ്ഞ തവണ കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗങ്ങളും പിന്നെ ദിയമോളും ഉണ്ട്. ഇവർക്കെല്ലാം തുല്യമായിട്ടുള്ള പരിഗണന തന്നെ വേണം. അതുപോലെ തന്നെ എനിക്കും പരിഗണന വേണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. UDF-ന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. LDF-ലേക്ക് വരികയാണെങ്കിൽ LDF-ന് ഒരംഗത്തിന്റെ കൂടി പിന്തുണ ലഭിച്ചാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താം. പിന്നീട് വേണമെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഭരണം പിടിക്കുകയോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ LDF-ൽ നിന്നൊരു കോളുണ്ടോ? ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇനി ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും. എന്തായാലും താൻ മത്സരിച്ച് വിജയിച്ച വാർഡിൽ ഏറെ പൊരുതിയാണ് വിജയം കരസ്ഥമാക്കിയതെന്ന് നേരത്തെ തന്നെ മായ രാഹുൽ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് അടക്കം പരിഗണന ലഭിക്കേണ്ടതാണ് എന്നുള്ള ന്യായമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പാലായിൽ നിന്നും ആനന്ദ് സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.